എന്താണ് ഇത്? രോഗികളെ സഹായിക്കുന്ന മരുന്ന്, കിടപ്പ് രോഗികൾക്ക് സഹായം, എല്ലാവർക്കും അതുപോലെ പിന്നെ ഭക്ഷണപ്പൊതികള്, വാഹന സൗകര്യം എല്ലാം ചെയ്തു കൊടുക്കും CHC സെന്റർ. ഒരു ദിവസം 30,000 രൂപ ചെലവ് വരുന്നതാണ്. ഇതിന് ഉദാരപതികളുടെ സംഭാവന കൊണ്ടാണ് നേരത്തെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ 2 മണിക്കൂർ, എല്ലാ വെള്ളിയാഴ്ച 2 മണിക്കൂർ ഇറങ്ങും. 2 മണിക്കൂർ ഇറങ്ങും. രാവിലെ 2 മണിക്കൂർ CHC സെന്ററിന് വേണ്ടി ഞാൻ മാറ്റിവെക്കും. 2500 ആവറേജ്, 2500, 2300, 2400 എങ്ങനെ കിട്ടും. അത് അപ്പോൾ തന്നെ പൊതുവേദിയിൽ വെച്ച് എണ്ണി തിട്ടപ്പെടുത്തി അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും. ചാരിറ്റബിൾ എല്ലാവരും തരൂല്ലേ? എല്ലാ വെള്ളിയാഴ്ച ഇറങ്ങും. കച്ചവടക്കാരെല്ലാവരും വേണ്ടുന്ന സഹായം ചെയ്തിട്ടുണ്ട്. നടക്കട്ടെ. 2400. ഞാനിത് നോക്കിയപ്പോ ഇങ്ങനെ ബോർഡും പിടിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ചോദിച്ചത് എന്താണെന്നറിയാം. ഒരു സംരംഭം തീരാൻ തുടങ്ങുന്നത് 17 സെന്റ് സ്ഥലം മേടിച്ചു. ഒരാഴ്ചയ്ക്ക് മുമ്പ് സാധിക്കുന്ന ശിഖാപതങ്ങൾ തറക്കം കിട്ടും. ഇൻഷാല്ലാ അതിന്റെ പണികൾ ഉടനെ നടക്കും. ഇപ്പോൾ 72 മുറികളുണ്ട്. CHC സെന്ററിൽ 72 മുറികളുണ്ട്. ആ മുറികളിൽ നമുക്ക് എവിടെ നിന്ന് പോകുന്ന രോഗികൾക്കും 3 ദിവസം 4 ദിവസം തങ്ങുന്നതിനുള്ള സൗകര്യം, പിന്നെ അതുപോലെ ഭക്ഷണം, അവരുടെ മറ്റു കാര്യങ്ങൾ, ഒരു മാസത്തിൽ മൊത്തത്തിൽ 3 ലക്ഷം രൂപയുടെ മരുന്നും CHC സെന്റർ വിതരണം ചെയ്യുന്നു. പ്രധാനമന്ത്രികളുടെ സംഭാവന കൊണ്ടാണ് CHC സെന്ററിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ കഴിയുന്ന സഹായം ചെയ്യാനായി ഞാൻ എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ ഇറങ്ങും. ആവറേജ് 2300, 2400 രൂപ കിട്ടും. നല്ല കാര്യമല്ലേ? തന്നെ പോസ്റ്റ് ചെയ്യും, അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും. നല്ല കാര്യം. നടക്കട്ടെ. ഇത് പള്ളുമുക്കി താമസിക്കുന്ന അവിടെ കടയും നടത്തുന്ന ബദറുകാക്കാണ്. കച്ചവടത്തിൻ്റെ ഇടക്കും വെള്ളിയാഴ്ച രാവിലെ 2 മണിക്കൂറോളം അദ്ദേഹം ഇതിൻ്റെ പിരിവിന് വേണ്ടിയിട്ട് ഇറങ്ങും. ക്യാൻസർ രോഗികൾക്കുള്ള സഹായങ്ങൾ എത്തിക്കുന്ന CHC സെൻറ്ററിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പിരിവിന് അദ്ദേഹം സ്വമേധയാ ഇറങ്ങുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നാഥൻ തുണയ്ക്കട്ടെ എന്ന് നമുക്ക് പറയാം.